റിവ്യൂ പറയുന്നതിനെതിരെ ജനം തിരിയുന്ന ഒരു കാലം ഉടനെ വരും. ആ മൊമെന്റിൽ ഒരു നടൻ എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനിയും മുകേഷ് ചേട്ടൻ അതുപോലത്തെ ഒരുപാട് കഥകൾ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നമ്മളെ കണ്ട അപ്പൊ അതേ ആൾക്കാര് ജീവനുണ്ടോ വെള്ളമാണോ എന്നല്ല ചോദിക്കുക, സെൽഫി എടുത്തോളെ, നമ്മൾ അവിടെ തന്നെ നിർത്തി അവര് പോകും. ക്യാരവാൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ സുന്ദരനായിരിക്കും. നിങ്ങളുടെ കളറും കാര്യങ്ങളും ഇച്ചിരി ഡിമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. നമ്മളെ പറ്റി മോശം പറയും നമ്മുടെ ആൾക്കാർ, അത് പ്രതീക്ഷിക്കുക. ഇങ്ങനെ സമാധാനിപ്പിക്കുക. ദത്തെടുക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒരു ഒരു ഓപ്ഷൻ ഓഫർ ഇദ്ദേഹത്തെ ദത്തെടുത്താൽ അലൻസ് ഏർപ്പെടും. ഭക്ഷണം കഴിച്ചിട്ടില്ല, എവിടെ നോക്കിയോ ചട്ടിച്ചോറും പൊതിച്ചോറും ഒക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. ടൈമിങ്ങിൽ ഈ രണ്ടു പേരെ വെല്ലാൻ തൽക്കാലം മലയാള സിനിമയിൽ ആരുമില്ല. 75 സിനിമകൾ പൂർത്തിയാക്കി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദാ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിക്കാനായി മുകേഷ്. 250 ഒരു മാതരപ്പുമില്ല, ഒന്നുമില്ല, നമ്മൾ കൊടുക്കുന്നു. വെരി ഗുഡ്. ഈ കഥയാണ് അവർ എന്നോട് വന്ന് പറഞ്ഞത്. നമുക്ക് എടുക്കൂ, കൊള്ളാണോ, നല്ല കഥ. ഒരു ചലഞ്ചാണ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരാള് പോലും നിങ്ങളെടുത്ത് ആ പാവം മുകേഷിനെ എന്തിന് ഇതിനകത്ത് വലിച്ചരച്ച് എന്ന് പറയത്തില്ല എന്ന് ഉറപ്പ് തരണം. അയ്യറിൻ അറേബ്യയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പമുള്ളത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുകേഷ് ചേട്ടൻ, ഷൈൻ ചേട്ടൻ, ഒപ്പം MA നിഷാദ് ചേട്ടൻ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് അയ്യറിൻ അറേബ്യ ആണ്. മുകേഷ് ചേട്ടൻ്റെ 300ാമത്തെ സിനിമയായിരുന്നു ഫിലിപ്സ്. ഇത് എത്രാമത്തെ സിനിമയാണ്? 304. അപ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ 304ാമത്തെ സിനിമയ്ക്കുള്ളത്? എൻ്റെ ഒരു സിനിമാ ജീവിതം എടുക്കുകയാണെങ്കിൽ ഓരോ സിനിമയും പ്രത്യേകമായിട്ടുള്ള സിനിമകളാണ്. ആദ്യത്തെ കുറച്ച് നാള് എല്ലാവരെയും പോലെ ഒരു സിനിമ അഭിനയിക്കാനുള്ള ആഗ്രഹം, ബാക്കിയുള്ളതൊന്നും നോക്കുന്നില്ല. അന്നത്തെ കാലം ആ തരത്തിലും കൂടെ ആയിരുന്നു. ഒരു നായകനെ പറ്റി പറയുമ്പോൾ അന്ന് വലിയ ക്രെഡിറ്റായിട്ട് പറയുന്നത് പുതിയ നായകൻ 22 സിനിമ ബുക്കിംഗ് ആയി, മറ്റേ 18 സിനിമ കയ്യിലുണ്ട്. അത് ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, ആരാണ് കഥ, എന്താ കഥാപാത്രം, ഇത് ആരും നോക്കത്തില്ല. എത്ര സിനിമ കയ്യിലുണ്ട് അതനുസരിച്ച് സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 80കളിൽ. ആ കാലഘട്ടത്തിലൊക്കെ ശരിക്കും ഒരു സിനിമയുണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആയിരുന്നു. അപ്പോൾ ഏത് സിനിമ, ഒരു സിനിമയുടെ പേര് പറയണം, അല്ലെ 2 സിനിമ ഉണ്ട്, 2 സിനിമ ഉണ്ടോ, അതിനകത്ത് ആര് ഏത് കഥാപാത്രം പൊളിയുവോ ഓടുവോ ഒന്നും അറിഞ്ഞൂടാ. അത് മാറിയിട്ട് ഏത് സിനിമ, ഒരു സിനിമ ഉണ്ട്, ആര് ഡയറക്ഷൻ, എന്ത് കഥ, അതിൻ്റെ റോളെന്താ, ഇതൊക്കെ ചോദിച്ചു തുടങ്ങിയ ആൾക്കാർ. ആരാ എഡിറ്റിങ്, ലൊക്കേഷൻ എവിടെ, ആരാണ് DOP, എല്ലാം അറിയുന്ന ആൾക്കാർക്ക് സിനിമയായിട്ടൊക്കെ ഭയങ്കര അടുപ്പമായി. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ആദ്യത്തെ കുറച്ച് കാലം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്തതെല്ലാം തന്നെ എനിക്കിഷ്ടപ്പെട്ടത് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെറും ഒരു എണ്ണം കൂട്ടാൻ വേണ്ടിയുള്ളതല്ല. ചിലത് ഫ്ലോപ്പായിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുണ്ട്, ചിലത് സൂപ്പർ ഡൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനൊരു മറുപടി ഫ്ലോപ്പായി പോയി. ഞാനത് എൻ്റെ വലിയ ഡയറക്ടർമാരൊക്കെ വരുമ്പോൾ, ചെറിയ ഡയറക്ടർമാർ നമ്മൾ അതൊന്നും എനിക്ക് ശരിയാവത്തില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വലിയ ഡയറക്ടർമാർ ചിലപ്പം വലിയ കമ്പനിയൊക്കെ വന്നിട്ട് എന്നെക്കൊണ്ട് ആ മുകേഷ് അത് ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ കഥ ഞാൻ മനസ്സിലാക്കി. അപ്പം ഞാൻ അവരെ കൊണ്ട് പറയിപ്പിക്കും. ഒരു ചലഞ്ചാണ്. ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരാൾ പോലും നിങ്ങളെടുത്ത് ആ പാവം മുകേഷിനെ എന്തിന് ഇതിനകത്ത് വലിച്ചരച്ച് എന്ന് പറയത്തില്ല എന്ന് ഉറപ്പ് തരണം. എനിക്ക് പറ്റുമോ? ചിലർ പിന്മാറിയിട്ടുണ്ട്. അത് ശരിയായി, ഇത് അതിനകത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പിന്മാറിയിട്ടുണ്ട്. പക്ഷെ ചിലർ പറഞ്ഞു കാണിച്ചുതരാം, അതാണ് എനിക്കും വേണ്ടത്. പക്ഷെ അത് അവരുടെ മനസ്സിലുള്ള എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതെ അതെ. ഇപ്പൊ ഒരു സിനിമ
ഫ്ലോപ്പായി. അപ്പോൾ ആ സമയത്ത് മമ്മൂക്ക അറിഞ്ഞ് ഈ സിനിമ ഫ്ലോപ്പായി. എൻ്റെ അടുത്ത് മാറ്റി എടുത്തിട്ട് പറഞ്ഞു, അതെ നിന്റെ പടം വളരെ മോശമാണെന്നുള്ളത് അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞു മോശമാണ്, ശ്രദ്ധിക്കുക കേട്ടോ, കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിച്ച് തെറ്റില്ലാത്ത പടങ്ങളൊക്കെ ചെയ്താൽ മതി. അതിനുള്ളൊരു സാഹചര്യമായില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു 3 minutes തരുമോ എന്നാ പറഞ്ഞു. എന്താ? റൂമിനകത്തോട്ട് കയറി കുറ്റിയിട്ടിട്ട് ഈ ഫ്ലോപ്പായ സിനിമയുടെ കഥ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഈ കഥയാണ് അവർ എന്നോട് വന്ന് പറഞ്ഞത്. നമുക്ക് എടുക്കൂ, കൊള്ളാണോ, നല്ല കഥ, ഞാൻ എടുത്തനെയാണ്. ഇതാണ് എനിക്ക് സംഭവിച്ചത്. ഈ സംവിധായകന്റെ തലയ്ക്കകത്ത് കയറി നമുക്ക് നോക്കാനൊക്കത്തില്ലല്ലോ ഇയാളത് എങ്ങനെ എടുക്കുന്നതെന്ന്. അങ്ങനെ പരാജയപ്പെടും, അങ്ങനെ നമ്മൾ ഫ്ലോപ്പായി പോകും. ആരെയും കുറ്റം പറയുന്നില്ല, അവരുടെ ഒരു ആഗ്രഹം എടുക്കാൻ പറ്റുമെന്ന്, പക്ഷെ എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ ഒന്നെങ്കിലല്ലാതെ ഈ അയ്യർ ഇൻ അറേബ്യ ഉൾപ്പെടെ ഡിഫറൻസ് ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ സഞ്ചരിക്കാത്ത എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കാൻ ഉള്ള സ്കോപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അഭിനയിച്ചത്. ഇപ്പൊ പറഞ്ഞ പോലെ മുകേഷ് ചേട്ടനെ കുറിച്ച് 300ാമത്തെ സിനിമ എന്ന് പറഞ്ഞ പോലെ തന്നെ ഷൈൻ ചേട്ടൻ 100 സിനിമ തികച്ചിരിക്കണു. തീർച്ചയായിട്ടും വിലയുണ്ട് ഇല്ലേ മുകേഷ് ചേട്ടാ? മുകേഷ് ചേട്ടൻ ഇത്ര വർഷമായിട്ട് സിനിമയിൽ ഉള്ള സജീവമായിട്ടുള്ള ഒരാളാണ്. അപ്പം മുകേഷ് ചേട്ടൻ 300 സിനിമ, ഷൈൻ ചേട്ടൻ ഇത്ര കാലം കൊണ്ട് 100 സിനിമ തികച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ചില സന്ദർഭങ്ങൾ വരും. ഞാൻ ഇപ്പം ഇതിനകത്ത് മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് സിനിമയിൽ, അറിയാലോ. ഞാൻ 350 സിനിമ അല്ല 250 സിനിമയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാർക്കറ്റുള്ള ഒരു നടന് ഒരു പിന്നെ ചാനലുകാർ ഒരു ഫംഗ്ഷനിൽ ഇയാളെ ആദരിക്കാൻ 75 സിനിമകൾ പൂർത്തിയാക്കി നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദാ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിക്കാനായി മുകേഷ്. 250 ഒരു മാതരപ്പുമില്ല, ഒന്നുമില്ല. നമ്മൾ കൊടുക്കുന്നു, വെരി ഗുഡ്. ഈ 300 ഭരണം കേട്ടോ. അതെല്ലാം സിനിമയുള്ളതാണ്. അതൊക്കെ നമ്മള് സന്തോഷത്തോടു കൂടി പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, ഇപ്പൊ പറഞ്ഞ പോലെ നിഷാദിക്ക, ഇപ്പൊ മുകേഷ് ചേട്ടനുണ്ട്, ഉർവശി ചേച്ചിയുണ്ട്, ധ്യാൻ ചേട്ടൻ, ഷൈൻ ചേട്ടൻ, എല്ലാവരും തമാശയും ഭയങ്കര കൗണ്ടറുള്ള ആളുകൾ. ഇവരെയൊക്കെ ഒരുമിച്ച് എങ്ങനെ ഈ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ഒരു ലൊക്കേഷൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ഒരു നിർമ്മാതാവായിട്ട് ഈ രംഗത്ത് വന്നു. ഈ TK Manial എഞ്ചിനീയറിംഗിനാണ് പഠിച്ചത്. കഴിഞ്ഞ് 24ാമത്തെ വയസ്സിൽ സത്യേട്ടൻ ഡയറക്ട് ചെയ്ത് തിരുവനന്തപുരം സംവിധാനം ഒരാൾ മാത്രമേ നമുക്കായിരുന്നു ഹീറോ. പക്ഷെ അതിന് മുമ്പ് ഞാൻ 10 വയസ്സുള്ളപ്പോൾ കമലഹാസനോട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, ബാലതാരമായിട്ട്. അന്തിവേലിൻ്റെ പൊന്നെന്ന് പറഞ്ഞ സിനിമ പെരുമ്പടവ് ശ്രീധർ സാറിൻ്റെ നോവലായിരുന്നു. ആർട്ടിസ്റ്റ് രാധാകൃഷ്ണനാണ് ഡയറക്ടർ. അപ്പോട്ടെ, അപ്പോൾ ഈ സിനിമ എന്നും പാഷനേറ്റ് ആണ്. സിനിമയിലേക്ക് വരിക. അപ്പോൾ ഞാൻ സംവിധാനം ചെയ്തതും നിർമ്മിച്ചതുമായിട്ടുള്ള ചിത്രങ്ങളിൽ നോക്കിയാൽ മധുസാർ മുതൽ ധ്യാൻ ശ്രീനിവാസനിലെ ഷൈൻ ടോം ചാക്കോ വരെ ഏകദേശം 154 താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ മുകേഷ് ഏട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അണ്ടർറേറ്റഡ് ആക്ടറാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറയും. ആരുടെ എന്തൊക്കെ പറയുന്നത്. കാര്യം ഇനിയും എത്രയോ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഈ സിനിമ വരുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ ശ്രീനിവാസ് അയ്യർ മുകേഷ് ഏട്ടൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മുകേഷ് ഏട്ടനൊരു ഗെറ്റപ്പ് ചേഞ്ച് വേണം. ഞാനതെല്ലാം അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അതെല്ലാം അംഗീകരിച്ച് കാര്യം കഥാപാത്രത്തെ എത്രമാത്രം അദ്ദേഹം ഉൾക്കൊള്ളുന്നുണ്ട്. ഉർവശി ചേച്ചിയാണെങ്കിൽ ടൈമിങ്ങിൽ ഈ 2 പേരെ വെല്ലാൻ തൽക്കാലം മലയാള സിനിമയിൽ ആരുമില്ല. ടൈമിങ് അത്രമാത്രം പിന്നെ ഒരാൾ ഒന്ന് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലായിക്കൊണ്ട് തന്നെ അത് അപ്പോൾ ഒരു സംവിധായകനെ സമയത്തുള്ളത് വലിയ അനുഗ്രഹമാണ്. അതോടൊപ്പം ധ്യാനും ഷൈനും ദുർഗയും ഒക്കെ കൂടിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ഒരു ഫെസ്റ്റിവൽ ഫീലാണ്. ഒരു സിനിമയിൽ കഥാപാത്രങ്ങൾ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ മുകളിൽ അവർ ചെയ്യുമ്പോൾ ഏത് സംവിധായകനാണ് സന്തോഷം വരാതിരിക്കുന്നത്? അവസരം മണിയമ്പിള്ള ചേട്ടനുമായിട്ടൊരു സീനുണ്ട്, അത് ഞാൻ ബെറ്റ് ചെയ്യാൻ ചിരിക്കാത്തവർ ഒരു ചിരിച്ചു പോകും. കാര്യം അത്ര മനോഹരമായി ഇവരുടെ ഒരു കെമിസ്ട്രി. അപ്പോൾ അത് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സിനിമ ഹ്യൂമറിൻ്റെ അൾട്ടിമേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. ഈ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകരും നിരാശപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റാണ്. അത് ഒരു അയ്യരുടെ യാത്രയാണ്. ആ അയ്യരുടെ സഞ്ചാരത്തിൽ നമ്മളും കൂടെ പോവുക എന്നുള്ളതാണ് ഞാൻ ലക്ഷ്യമിടുന്നത്.
അയ്യർ കണ്ട ദുബായ് എന്നായിരുന്നില്ലേ ആദ്യം സിനിമയുടെ പേര്, പിന്നെ അത് മാറ്റാൻ അയ്യരുടെ ദുബായ് എന്നായിരുന്നു ആദ്യത്തെ ടൈറ്റിൽ. അങ്ങനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്ത് ലോഞ്ചൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ ദുബായ് ഗവൺമെൻറ് ഇപ്പം ആ ദുബായ് എന്നുള്ള പേര് പേറ്റൻ്റ് ആക്കി വെച്ചിരിക്കുക. അപ്പോൾ അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, കാര്യം നിങ്ങൾക്കിത് ഒന്ന് മാറ്റാമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും, കാര്യം ആ രാജ്യം ഒരുപാട് നമുക്ക് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി 2 പേര് ഞാൻ കൊടുത്തു. അപ്പോൾ ഈ അറേബ്യ എന്നുള്ള പേര് പോലും അത്ര എളുപ്പം കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷേ ഞങ്ങൾക്കത് തന്നു ആയിരുന്നു അറേബ്യ എന്ന്. ഷൈൻ ചേട്ടാ, ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിനെ ഭയങ്കര വൈറലായ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഉർവശി ചേച്ചിയുടെ. അതായത് ഷൈൻ ചേട്ടൻ ഒരു മോനെ പോലെയാണ്, ഷൈൻ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് സ്നേഹത്തോടെ ശാസിക്കുന്നതൊക്കെ നമ്മൾ ആ വേദിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഇവർക്കൊക്കെ ഒപ്പോൾ? അങ്ങനെയല്ല, ഇവർക്കൊക്കെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതല്ല, നമ്മളധികം ഭക്ഷണം കഴിക്കാതെ ഊണുകളും അല്ലെങ്കിൽ ലഞ്ചുകളൊക്കെ സ്കിപ്പ് ചെയ്ത് ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്നു. ദുബായ് ആണല്ലോ, എല്ലാത്തിനുള്ള അവസരങ്ങളും. അപ്പോൾ ഭക്ഷണം കഴിച്ചു, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നെവിടെ എന്നിട്ട് ചട്ടിച്ചോറ് എവിടെ നോക്കിയോ ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവരും. അത് മുഴുവൻ ഇരുത്തി കഴിപ്പിക്കും. ചേച്ചിയുടെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവൂല്ലേ, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, മകൻ ഉണ്ടായിരുന്നു, അങ്ങനെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു, ബന്ധുക്കൾ ആരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കതൊരു വീട് പോലെ തന്നെ തോന്നിയിരുന്നുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വീട്ടിൽ നമ്മള് അമ്മയുടെ അടുത്തുനിന്നും വലിയമ്മയുടെ അടുത്തുനിന്നൊക്കെ ചെയ്ത് കേട്ട് നമ്മളെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നത് പോലെ തന്നെ. കൂട്ടത്തിൽ അലൻസിയാറുണ്ടായിരുന്നു, അലൻസിയാറിന്റെ കാര്യം പറയാം. അല്ല, ഞാൻ ഉർവശിയുടെ പറഞ്ഞിരുന്നു, ഇങ്ങനെയും ഇത്രയും ഒരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, അപ്പം ഷൈനെ ദത്തെടുക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഒരു ഓഫർ ഇദ്ദേഹത്തെ ദത്തെടുത്താൽ അലൻസിയർ പോയി. അപ്പോ അലൻസിയർ ഇത് കേട്ടിട്ട് അവിടെ നിന്നിട്ട് വൈഫിനെ വിളിച്ചത്. വൈഫ് പറഞ്ഞു പൊക്കോ. എങ്ങനെയാണ് കളക്ട് ചെയ്തത്? ഞാൻ കണ്ടപ്പോ എന്താണ് അന്ന് തൂക്കിട്ട് വേണ്ടിയിരിക്കാൻ കാരണം ഞാൻ ഓടിയല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോഴേ എല്ലാവരും അതിന്റെ താഴെയുള്ള കമന്റ്സിലൊക്കെ പറയാറുണ്ട് ഈ ഷൈൻ ചേട്ടനും ധ്യാൻ ചേട്ടനൊക്കെ ഒരുമിച്ചുള്ള ഒരു സിനിമ വേണം എന്ന് ഒരുപാട് പ്രേക്ഷകർ. ഇന്റർവ്യൂ പോലെ തന്നെ സിനിമയും. മുകേഷ് ചേട്ടാ, ഇവർക്കൊക്കെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലൊക്കേഷനൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നു? അല്ല, പണ്ടെല്ലാം ഇങ്ങനെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഇവര് പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ്. പണ്ട് നമ്മള് ഇപ്പൊ ദുബായിലാണോന്നില്ല, ചെന്നൈയിലോ ഹൈദരാബാദിലോ ഒക്കെ ആണെങ്കിൽ രാത്രി നൈറ്റ് ലൈഫ് ഉണ്ട്. എല്ലാവരും അടിച്ചു പൊളിക്കുന്നു. പാതിരാത്രിക്കൊക്കെ റൂമിൽ വന്ന് കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് ലൊക്കേഷനിൽ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം എവിടെയായിരുന്നു ആ റൂമിലുണ്ടായിരുന്നു. ഇന്നലെ എന്താ തലവേദന വന്നിട്ട് ഞാൻ 8:30 മണിയാകുമ്പോൾ ഉറങ്ങി. എല്ലാരും വിശ്വസിക്കും. ഇതേപോലെ ഇവര് രാവിലെ വരുമ്പോ എവിടെയായിരുന്നു, ഞാൻ ഫോണെടുത്ത് കാണിക്കാണ് ഇന്നലെ രാത്രി 2:30 മണിക്ക് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയല്ലേ, എന്ത് ആര് ചെയ്യുന്ന എല്ലാം. അതുകൊണ്ട് അത് ഒരു പരിപാടിയില്ല. ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നെന്ന് പറയാൻ നമുക്ക് സന്തോഷമാണ്. കാര്യം അത് ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോഴല്ലേ എൻജോയ് ചെയ്യുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ സിനിമയിൽ 100% സത്യസന്ധമായ സിൻസിയറിറ്റിയും വേണം. അത് വന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഈ സിദ്ദിഖേട്ടൻ എൻ്റെ ഇന്റർവ്യൂവിൽ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അമ്മയുടെ മീറ്റിംഗ് ആവട്ടെ എവിടെയാണെങ്കിലും സിദ്ദിഖിക്ക, അതേപോലെ തന്നെ ജഗദീഷ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ, അശോക് ഏട്ടൻ, നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെയായാലും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾ 4 പേരും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നടൻ റഹ്മാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ സൗഹൃദം കീപ്പ് ചെയ്ത് പോകുന്നതെന്ന്. അതിനുള്ള ഉത്തരം പറയാൻ തുടങ്ങുമ്പോൾ മുകേഷേട്ടൻ്റെ കോള് വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ് ജയിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല, ആക്സിഡന്റലി സംഭവിച്ചതാണ്. അത് തന്നെയാണ് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആ ഒരു സൗഹൃദം ഇപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്? അന്ന് നമ്മൾ ജനിച്ചത് കാരവാൻ വരുന്നതിന് മുമ്പല്ലേ, അപ്പൊ അന്ന് ഉള്ള ഇത് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം വരും, എനിക്ക് വിഷമം വരും. ഒരു ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പല ഷോട്ടിനിടയിൽ ഉള്ള പല ഒബ്സർവേഷനും പല തമാശകളൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വെക്കും. ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഒരു ചാമ്പ് ചാവണം, ആരാ കിട്ടാൻ? എല്ലാരും പോകും, അവരവരെ പിന്നെ കാരവനിലേക്ക് പോകും. ഞാൻ
ആ ഒന്ന് അല്ലെങ്കിൽ മൊബൈലില് ഞാൻ പിന്നെ എന്റെ ക്യാരവനകത്ത് കയറി കുറ്റിയിട്ടിട്ട് കണ്ണാടി മുമ്പിൽ ഇങ്ങനെ ഒരു സമാധാനിപ്പിക്കുക. ഓക്കെ, ഷൈൻ ചേട്ടൻ എന്താണ് ഈ ക്യാരവാൻ സിസ്റ്റത്തെ കുറിച്ചൊക്കെ പറയാൻ? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറയില്ല. പക്ഷെ അന്ന് മൊബൈൽ ഫോണുള്ള ഈ സമയങ്ങളിൽ നമുക്ക് പുറത്തിരിക്കുമ്പോഴാണെങ്കിലും ഡ്രസ് മാറുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് പിക്ചർ എടുക്കില്ലേ, ഫോട്ടോ എടുക്കും. നമ്മളെ കണ്ട അപ്പൊ അതേ ആൾക്കാര് ജീവനുണ്ടോ വെള്ളമാണോ എന്നല്ല ചോദിക്കുക, സെൽഫി എടുത്തോട്ടെ. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ നിർത്തില്ല അവര് പോകും. ദുബായില് അനുഭവം ഉണ്ട്. ഞാൻ ഒരു ദിവസം ഭക്ഷണം കിട്ടാതെ അലഞ്ഞിട്ടുണ്ട്. ഭക്ഷണം വാങ്ങി തരും, ചായ കുടിക്കുന്നില്ല. ഞാൻ തളർന്നിരിക്കുമ്പോ ചേട്ടാ സെൽഫി എടുത്തോട്ടെ, ഓക്കെ തീർത്തിയില്ല ഞാൻ പോകാൻ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഡ്രസ് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയങ്ങൾ ഒക്കെ അതിനൊരു സ്പേസ് വേണമെന്ന്, അത് ഓൾറെഡി പ്രൊഡക്ഷൻ തരുന്ന നമ്മളായിട്ട് ഒന്ന് പറഞ്ഞ് വാങ്ങുന്നതല്ല. ഇല്ല, വളരെ കുറച്ച് നാളെ ആയുള്ളൂ ഇങ്ങനെ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ക്യാരവാനിലേക്ക് കയറുന്നത്. ഇപ്പൊ തട്ടത്തിൻ മറയത്തെന്ന് പറഞ്ഞ സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതാണ് ഞാൻ ശ്രീനിവാസനും. ഇപ്പൊ വിനീത് ശ്രീനിവാസനാണ് സംവിധാനം, നിവിൻ പോളി തുടക്കം, എനിക്കൊന്ന് സെക്കൻഡ് പടം അങ്ങനെ കണ്ട. അപ്പൊ ഇവരെല്ലാരും കൂടി ആ അപ്പൊ ഞാനിങ്ങനെ പ്രൊഡ്യൂസർ എന്നുള്ളതിലേ ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നില്ല. അപ്പം തലശ്ശേരിയിൽ ഞാനിങ്ങനെ റൂമിൽ താമസിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇന്നലെ എത്ര സീൻ എടുത്തു അത്രയൊക്കെ ഉള്ള ഒരു കാര്യമുള്ളൂ. അല്ല ഞാൻ ലൊക്കേഷനിൽ പോലും പോയിട്ട് ഇവരെ ശല്യപ്പെടുത്തില്ല. ഒരു ദിവസം ഇവര് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു ആവശ്യമുണ്ട്, പ്രൊഡ്യൂസർ എന്ന നിലയിൽ മുകേഷ് ഏട്ടൻ്റെ അടുത്ത് പറയണം. ഞാൻ പറഞ്ഞോളൂ, ഞങ്ങൾക്കൊരു ക്യാരവൻ വേണം, കാര്യം ഭയങ്കര വെയിലാണ്. അപ്പം ഇവർ ലവേഴ്സ് ആണല്ലോ, ഹീറോയിൻ ഘോര ലവാണ്. അപ്പം ക്ലോസപ്പ് ഒക്കെ വെക്കുമ്പോഴത്തേക്കും വെയിലടിച്ചിട്ടൊന്നും പിന്നെ മങ്ങിയിരിക്കുന്നു, അപ്പം മസ്റ്റാണ്. ഞാൻ പറഞ്ഞു ക്യാരവൻ സമ്മതിച്ചിരിക്കുന്നു, നാളെ മുതൽ ക്യാരവൻ ഉണ്ട്. പക്ഷേ എനിക്ക് ശ്രീനിവാസനോട് ഒരു വാക്ക് ചോദിക്കണം, പാർട്ട്ണറാണ്. ഞാൻ അവിടെ നിന്ന് ശ്രീനിവാസനെ വിളിച്ചു, ശ്രീനി ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതുകൊണ്ട് ഞാൻ ക്യാരവാൻ എന്ന് സമ്മതിച്ചു, കുട്ടികൾ പറയുന്നല്ലേ. ഒന്നേ പുള്ളി പറഞ്ഞു ആനന്ദ. ഞാൻ പറഞ്ഞ സമ്മതിക്കാനുള്ള പ്രധാന കാരണം ക്യാരവാൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ സുന്ദരനായിരിക്കും. നിങ്ങളുടെ കളറും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡിമ്മ എന്ന് പറഞ്ഞു അത് ഇനി അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകരുത്. അവിടുത്തെ ചിരി ഇങ്ങനെ കേൾക്കാം. അപ്പൊ അവിടുന്ന് ഒരു വരവ് വന്നിട്ട് ഇപ്പൊ ആദ്യം ക്യാരവാൻ കൊണ്ടങ്ങ് നിറയും, പിന്നെ ഫീൽഡ് മാറ്റാണെങ്കിൽ ക്യാരവാൻ മാറ്റണം, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ അടുത്തുള്ള ഏതെങ്കിലും വീടുകൾ സെറ്റപ്പ് ചെയ്യും ഇരിക്കാനായിട്ടുള്ളത്. ഇപ്പൊ എല്ലാവരും അങ്ങനെ വീട്ടിൽ. നിഷാദിക്ക, ഇപ്പോൾ നിലപാടുകൾ പറയുന്ന കാര്യത്തിൽ നിഷാദിക്ക വളരെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്, ആരെയും ഭയപ്പെടാതെ നിലപാടുകൾ പറയുന്നതാണ്. അപ്പോൾ ഒരു സിനിമയൊക്കെ വരുമ്പോൾ എത്രമാത്രം അത്തരത്തിലുള്ള പേടിയോ ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനെന്തിനാ ഭയക്കുന്നു? ഒരു സിനിമ ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ചെയ്യുന്നവരും സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ തിയേറ്ററിൽ പോട്ടെ. ഈ നമ്മൾ ഇത് എൻഡ് ഓഫ് ദ ഡേ ഈ സിനിമ നമ്മളാണ് ചെയ്യുന്നത്. സിനിമ എല്ലാ സിനിമയ്ക്കും അതിൻ്റേതായിട്ടൊരു സോളുണ്ട്. ആ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഏത് സിനിമ ആയിക്കോട്ടെ, എത്ര വലിയ ടോപ്പ് ലെവലിലെ ഡയറക്ടർ ആവട്ടെ, സാധാരണ പുതുതായിട്ട് വരുന്ന ഡയറക്ടർ, അവനും പറയാൻ ഒരു വിഷയമുണ്ടാവും ഇല്ലേ? ഒരു സിനിമയിലൊരു കഥ അല്ലെങ്കിൽ ത്രെഡ്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ നിലപാട് പറയുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇതൊക്കെ വ്യക്തിപരമായിട്ടല്ല, ഇതൊക്കെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുള്ളൂ. അങ്ങനെ ഭയം ഇന്നുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാവത്തുമില്ല. ഷൈൻ ചേട്ടാ, അപ്പോൾ ഷൈൻ ചേട്ടൻ നമ്മളിപ്പോൾ തുടക്കത്തിൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു തമാശകളും ട്രോളുകളെ കുറിച്ചൊക്കെ. അപ്പോൾ ഷൈൻ ചേട്ടൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ വരുമ്പോൾ താഴെ വരുന്ന കമൻസുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. പക്ഷേ ഇത്തവണ ഷൈൻ ചേട്ടൻ്റെ വിവേകാനന്ദൻ വൈറലാണിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് നടന്ന സമയത്ത് ഷൈൻ ചേട്ടൻ ഭയങ്കര ഇമോഷണലായിട്ടൊരു സ്പീച്ച് നടത്തുന്നുണ്ടായി. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു. ഷൈൻ ചേട്ടനെ ഇങ്ങനെയാണോ ഷൈൻ ചേട്ടൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെയുള്ള കുറേ കമൻറ്റുകളൊക്കെ. ഞാൻ മാത്രമല്ല സംസാരിക്കുന്നുള്ളൂ, നിങ്ങൾ ചോദിക്കുന്നില്ല. പിന്നെ നമ്മള് അത് കോൺവെർസേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഒരു ചോദ്യം അതിനൊരു ഉത്തരം അങ്ങനെയല്ലോ, ഒരു സംസാരമല്ലേ, ഒരു കോൺവെർസേഷൻ ഉണ്ടായി വരില്ല. അപ്പൊ അത് ചിറ്റ് ഷോ പോലത്തെ പരിപാടിയാണ്. അത് രസകരമാവുന്നത് കൂടുതൽ ആളുകളതിൽ പങ്കെടുക്കുമ്പോഴും കൂടുതൽ സംസാരങ്ങൾ അവിടുന്ന് വരുമ്പോഴാണ്.
മറ്റേത് ഒരാൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിക്കരുതെന്ന് പറയും, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കൂട്ടിയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ വന്നു പോകുമല്ലോ നമ്മള്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നാച്ചുറലായി സംഭവിക്കട്ടെ ചെയ്ത് അതിന്റെ ഇടയിൽ എഴുന്നേറ്റ് പോക്കോ ഓട്ടോ ചീത്തവിളിയോ എന്തും ഉണ്ടാവും അല്ലേ? വളരെ രസം. ഓക്കെ, മുകേഷ് ഏട്ടാ, ഇപ്പോൾ മുകേഷ് ഏട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം വാട്സപ്പ്, ഇപ്പോൾ പറഞ്ഞ പോലെ മൊബൈലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വാട്സപ്പും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. ഇതിലെല്ലാം നമ്മളിപ്പോൾ സ്റ്റിക്കേഴ്സ് കൂടുതൽ ചാറ്റിന് ഉപയോഗിക്കുന്നത്. അതിനകത്ത് മുകേഷ് ഏട്ടൻ്റെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരാറുണ്ട് നമ്മുടെ ഇൻ ഹരിഹർ നഗറിലൊക്കെ. എങ്ങനെയാണ് ഈ സ്റ്റിക്കേഴ്സിനൊക്കെ കാണുന്നത്? അതൊക്കെ ഉപയോഗിക്കാറുണ്ടോ? അതെ അതെ, അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല. എനിക്കൊക്കെ അയച്ചൊക്കെ തരും. സൗണ്ടുകൾ ഉപയോഗിക്കാറുണ്ട് ചില സമയങ്ങളിൽ. രാത്രി അല്ല, ഞാനങ്ങനെ അതിനകത്ത് അത്ര ഇത് അതെന്റെ തലമുറയുടെ ഒരു മിസ്റ്റേക്കാണ്. എന്റെ ഒരു ഇമോജി ഉണ്ടായിരുന്നു മറ്റേ ഡാൻസിന്റെ മൂഡ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷനും ആ സിനിമകളിലും ഒക്കെ ഇപ്പോഴും ആസ്വദിക്കുന്നു. അതൊക്കെ സ്റ്റിക്കേഴ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ ആ സിനിമ ഇപ്പോഴും അവരുടെ ഒക്കെ ഉള്ളിൽ ഇപ്പോഴത്തെ ജനറേഷനും സ്വീകരിക്കുന്നു എന്നുള്ളതാണല്ലോ. അല്ല, അത് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 2 അത്ഭുതങ്ങൾ ഒരേപോലെ വന്നു. ഒന്ന് കേരളീയ പരിപാടിയിൽ ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമ വീണ്ടും കളിച്ചപ്പോൾ, കൈരളിയിൽ കളിച്ചപ്പം രാവിലെ 10:30 മണി മുതൽ, വൈകുന്നേരത്തെ ഷോയ്ക്കാണ്, 10:30 മണി മുതൽ ന്യൂ ജനറേഷൻ ക്യൂ നിൽക്കുകയായിരുന്നു. അവരെന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് ഫുൾ ഹൗസ്, ഓരോ ഈ ടൈറ്റിൽ കാണിക്കുമ്പോൾ മുതൽ കൈയടിയാണ്. 31 കൊല്ലം കഴിഞ്ഞു. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി, കാര്യവട്ട യൂണിവേഴ്സിറ്റി കോളേജ് സെന്റർ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തി. അപ്പം ഞാൻ അവിടെ ചെന്നു. ഉദ്ഘാടനത്തിന് വന്നപ്പം ഞാൻ വരുന്നതിന് മുമ്പ് ഇൻ ഹരിഹർ നഗറാണ് കിട്ടും. അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് ആ കുട്ടികളുടെ മുഖത്തുള്ള ഒരു പ്രകാശമുണ്ട്. കാര്യം ഒരുപാട് പേര് ടി വിയിൽ കണ്ടു കാണും, പക്ഷെ ഒറ്റയടിക്ക് ഒന്നിച്ച് ഫുൾ പടം കണ്ടിട്ട് പിന്നെ അതിൻ്റെ അകത്തുള്ള നായകനെ കാണുക. അപ്പൊ അവരുടെ മുഖത്തുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത്രയും കൊല്ലത്തിന് ശേഷം. അപ്പൊ അങ്ങനെയുള്ള ജെന്യുവിനായിട്ടുള്ള ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള, എന്നാൽ ഹരിഹർ നഗറിനകത്ത് ഒരുപാട് സെന്റിമെന്റൽ രംഗമുണ്ട്, ഗോഡ് ഫാദറിനകത്ത് നമ്മളെ കരയിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മുകളിൽ ഒരു കോട്ടിങ് പോലെ ഹ്യൂമർ ഉണ്ട്, ജെന്യുവിൻ ഹ്യൂമർ, നാച്ചുറൽ ഹ്യൂമർ. അതിന് നല്ല ആയുസ് ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ അതെല്ലാം വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഇൻ ഹരിഹർ നഗറിനെ പറ്റി പറഞ്ഞപ്പോഴേ നമുക്കറിയാം, ജഗദീഷ് ചേട്ടൻ നമ്മളെപ്പോഴും ആ ഒരു തമാശ അപ്പക്കുട്ടനൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന സിനിമകളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെച്ചുവേർഡായിട്ടുള്ള, ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കിട്ടാൻ വൈകിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ മറുപടി പറയാം. അതിന് ഞാൻ മറുപടി പറയാം. കഴിഞ്ഞ വർഷം അക്ലമേഷൻ ചെയ്ത കഥാപാത്രമാണ് കാതികൻ. ഞങ്ങൾ എല്ലാവരും വിചാരിച്ച അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു അക്ലമേഷൻ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു. കാതികൻ ഫിലിപ്സ്. ഞാൻ ഉറപ്പ് പറയാം, അയ്യരൻ അറേബ്യയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല ലെയേഴ്സിലുള്ള ഒരു ക്യാരക്ടറാണ് അയ്യരൻ അറേബ്യയിലെ ശ്രീനിവാസ് അയ്യർ. അതെനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും. അത്ര എളുപ്പമല്ല, ഒട്ടും എളുപ്പമല്ല. ഞാൻ അതാണ് അണ്ടർ റേറ്റഡ് ആക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ അനുസരിച്ച്. അത് മുകേഷ് ഏട്ടൻ പറയേണ്ട മറുപടിയല്ല, ഞാനും ഷൈനും പറയേണ്ട മറുപടിയാണ്. കാര്യം അതാണ് ഈ ടൈമിംഗ് എന്ന് പറഞ്ഞത്. ഈ ഇതില് ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ വേഴ്സറ്റൈലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് കാതികൻ. ഈ സാംബശിവൻ എന്ന് പറഞ്ഞ മലയാളം അറിയപ്പെടുന്ന ഏറ്റവും വലിയ കൊല്ലംകാരനായ ഒരു കഥാപ്രാസംഗികൻ്റെ വേറൊരു വേഷം അദ്ദേഹമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ അതിനെ വളരെ മനോഹരമായി പോർട്രേ ചെയ്തിട്ടുണ്ട് കാതികനിൽ. ഫിലിപ്പിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. പല ന്യൂജൻ പിന്നെ ഇവര് എന്താ പറയുക, നമ്മുടെ അശ്വത് കോക്കിനെ പോലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ളവർ വളരെ നന്നായിട്ട് ജെനുവിനായിട്ടുള്ള അങ്ങനെ അങ്ങനെ പിന്നെ അഭിപ്രായം പറഞ്ഞ ഒരു വിഷയമാണ്. അപ്പം ഇത്തരം സിനിമകൾ ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇത്തരം സിനിമകളുടെ അതിനേക്കാളും കൂടുതലായിട്ട് പല പുതിയ കഥാപാത്രങ്ങളും അദ്ദേഹത്തെ തേടി വരുന്നുണ്ട്. ആ വരുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് ശ്രീനിവാസ് അയ്യറിൽ നിങ്ങൾക്ക് കാണാം, ലുക്കിൽ പോലും നിങ്ങൾക്ക് കാണാം. ഈ ഹ്യൂമർ ക്യാരക്ടർ ഇല്ലല്ല, ഒരിക്കലുമില്ല. തമാശ ചെയ്യാന്ന് പറയുന്നത് അതിനെല്ലാവരും ഭയങ്കര ആഗ്രഹമില്ല, കോമഡി അല്ലേ എന്ന് പറയും. ഇതൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, തമാശ ചെയ്ത് നമ്മൾ ദേഷ്യം പിടിക്കണം, നമുക്ക് 100ാമത്തെ ടേക്ക് ആണെങ്കിൽ ദേഷ്യം കൂട്ടാം, അല്ലെങ്കിൽ ആ ടെമ്പറിൽ നിൽക്കാം. പക്ഷെ കോമഡി ഇപ്പൊ ചാപ്ലിൻ പറഞ്ഞിട്ടില്ലേ,
നമുക്ക് തന്നെ ബോറടിക്കാൻ ആ മൊമെന്റാണ്. അതെ ആ മൊമെന്റിൽ ഒരു നടൻ എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയും മുകേഷ് ചേട്ടൻ അതുപോലത്തെ ഒരുപാട് കഥകൾ വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. നമുക്കും ഒരു പ്രചോദനമാണ് അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു സിനിമ എഴുതുമ്പോൾ നമുക്കൊരു ഈ ക്യാരക്ടർ മുകേഷ് ചേട്ടൻ ചെയ്താൽ നന്നാവും എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഒരു നടൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല ആൾക്കാരുടെയും പല രീതിയിലുള്ള അപ്രോച്ച് ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി ഈ നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും പിന്നെ ഇനി TV പരിപാടിയാണെങ്കിലും ഒക്കെ ജനങ്ങളിലേക്ക് എത്താൻ ഹ്യൂമർ വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു കഥാപാത്രം വന്ന് അത്രയ്ക്ക് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അതിനും ഒരു ഭയങ്കര ബുദ്ധി വേണം. അതല്ലെങ്കിൽ എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ലൈറ്റർ മൂമെന്റ് ഉണ്ടാക്കിക്കൂടെ. ഇത് നമ്മൾ കരഞ്ഞു പറയുന്നു, പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആള് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞാൽ അതങ്ങ് ഹൃദയത്തിലോട്ട് കയറത്തില്ലേ? ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പണ്ട് മുതലേ. അപ്പൊ എവിടെയാണ് എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്നത്? അപ്പൊ അതിനകത്ത് ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ എന്റർടൈൻമെന്റ് ഉണ്ടാവത്തില്ലായിരിക്കും. പക്ഷെ നമ്മുടെ അപ്രോച്ചും നമ്മുടെ പരിശ്രമവും ഇത് എന്റർടൈൻമെന്റ് ആണ് സിനിമ. അല്ലാതെ ഒരാളിനെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് സിബിയുടെ ഏറ്റവും വലിയ ഇപ്പൊ പറയാം, പണ്ടാതെ ഞാനത് പറയുന്നില്ലായിരുന്നു. ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ എത്രയോ നാൾ ഓടിയതാണ്. സിബി ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും ആകാശദൂത് നമുക്ക് കാണാൻ കിട്ടും, ഒന്നിച്ച് കാണണം എന്ന് പറഞ്ഞു. സമയമാകുമ്പോൾ ഞാൻ മുങ്ങിപ്പോയി. കാര്യം ഒരു 2.5 മണിക്കൂർ പൊട്ടി കരയാൻ എനിക്ക് വയ്യ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തായി പോകും. ടിക്കറ്റിനോടൊപ്പം കർച്ചീഫ് വരെ കൊടുത്തിരുന്നു. അപ്പൊ അത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അത് തെറ്റാണ്, ശരിക്കും അതും അപ്രിഷ്യേറ്റ് ചെയ്യണം. പക്ഷെ അതിനകത്ത് പോലും നമ്മൾ എന്നിട്ട് ഒരു ആ തരത്തിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ വിഷമിച്ച് ദുഃഖിച്ച് പൊട്ടിക്കരഞ്ഞ് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരുപാട് സൗഹൃദങ്ങളുള്ള സൂക്ഷിക്കുന്ന ഒരാളാണ് മുകേഷ് ചേട്ടൻ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു സൗഹൃദത്തെയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? അല്ല, സിനിമയിൽ ഒരു വലിയ നിയമമുണ്ട്. ആ നിയമം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾ അതിനെ അതിജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സൗഹൃദം എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. അതിന്റെ പ്രധാന നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി മോശം പറയും നമ്മുടെ ആൾക്കാർ, അത് പ്രതീക്ഷിക്കുക. ആരെങ്കിലും വന്ന് എൻ്റെ അടുത്ത് പറയുന്നത് നിന്നെ എങ്ങോട്ട് പോയണ ഇത് പറഞ്ഞു, ആ പറയണം. എനിക്ക് രാവിലെ കുറച്ച് മോശം പറഞ്ഞില്ലേ? ഒരു മത്സരമല്ലേ? പ്രത്യേകിച്ചും ജീവിതം തന്നെ ഒരു മത്സരമാണ്. സിനിമയിൽ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷനാണ്. അപ്പൊ എന്നെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊള്ളില്ല എന്നുള്ളതാണ് അതിനർത്ഥം. ഉൾക്കൊള്ളാനും അതിനെ അതിജീവിക്കാനും ഒക്കെ വലിയ പാടാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും എന്നെ പറ്റി മോശം വന്ന് പറഞ്ഞു, ഇങ്ങനെ നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫീലിംഗ് ഇല്ല. അങ്ങനെ ആക്കിയെടുത്തു ഞാൻ തന്നെ ചോദിക്കും, എൻ്റെ ആ സാധനം വന്നപ്പോഴത്തേക്ക് സോഡ പൊട്ടിച്ചില്ലേ? നല്ല പാർട്ടിയായിരുന്നു. ഞങ്ങള് വേറെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാനുള്ള ഒരു ഊർജം ഉണ്ടെങ്കിൽ ഈ സൗഹൃദമൊക്കെ എത്ര കൊല്ലം വേണമെങ്കിലും കൊണ്ടുപോകും. അതല്ലാതെ അവനങ്ങോട്ട് എന്നെ ഒരു നോട്ടം ശരിയല്ല, ഇവനെ ഞാൻ ലൈഫിൽ അതവരുടെ അവകാശമാണ്. അത്രയും കോമ്പറ്റീഷനിൽ വേണം നമ്മൾ കയറി വരാൻ. മുകേഷ് ചേട്ടൻ നൽകിയ ഏറ്റവും വലിയ ഉപദേശം എന്താണെന്നറിയാം? സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ കമന്റ് വായിക്കുകയേ ചെയ്യരുത്. അല്ലേ, വായിക്കാറുണ്ടോ? കമന്റ്സ് വായിക്കത്തേ ഇല്ല. ചില കമന്റുകളൊക്കെ എനിക്ക് അയച്ചു തരും. ഇത് സഹിക്കാൻ പറ്റില്ല, ഇപ്പൊ കണ്ട് കാണത്തില്ലയോ, ഇവനങ്ങ് സന്തോഷിച്ച് ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചിലവന്മാർ എഴുതിയ ഒരു സാധനമാണിത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കാണും, ദൈവത്തെ ഓർത്ത് അതെനിക്ക് അയക്കണം, അറിയണ്ടേ? അതിന്റെ കൂട്ടത്തിൽ പെട്ടുപോയി. ഇപ്പം ഈ റിവ്യൂസിനെ പറ്റിയാണല്ലോ എല്ലാവരും ഭയങ്കര. റിവ്യൂസിനും ഒരു സമയമുണ്ട്, ഒരു ഡിക്ലൈൻ ഉണ്ട്. ഇപ്പൊ ഇതൊരു പുതുമയാണ്. അപ്പം അവര് റിവ്യൂസ് കണ്ടിട്ട് മോശം റിവ്യൂ കണ്ടിട്ട് തിയേറ്ററിൽ പോയവര് നല്ല പടമാണെങ്കിൽ ഇവരെ ചീത്ത വിളിക്കുന്ന ഒരു സമയം ഉടനെ വരും. അവന്റെ വാക്ക് കേട്ടിട്ട് ഞാനിപ്പോ അത് കണ്ടില്ലായിരുന്നു എന്തായനായിരുന്നു, ഉഗ്രം പടമാണെന്ന് പറയുന്നു. ചിലപ്പോ പല തരത്തിൽ പറയും. അവിടെ ചെന്നിട്ട് അവന്റെ വാക്ക് കേട്ട് പരമപോറ് പടം,
എന്ന് പറഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റിനെയും ടെക്നീഷ്യൻസിനെയൊക്കെ വെറുതെ വിട്ടിട്ട് റിവ്യൂ പറയുന്നതിനെതിരെ ജനം തിരിയുന്ന ഒരു കാലം ഉടനെ വരും. അപ്പൊ അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമ ഇപ്പോൾ അടുത്ത ദിവസം റിലീസാവാൻ പോവാണ്. ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ. വലിയൊരു പ്രതീക്ഷ നമ്മൾ പ്രേക്ഷകർ. എന്റെ പടമാണ് ദി ബെസ്റ്റ് എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ തോട്ടിപ്പോയി കിടക്കുന്നത്. പിന്നെ കൊള്ളാമല്ലോ. വിഷ്ണുവിന്റെയൊക്കെ പടങ്ങള് നമ്മളൊക്കെ എന്തോ തീർന്നു, അവന്റെ ലൈഫ് തീർന്നു. 41 കൊല്ലത്തെ പരിചയം വെച്ചോണ്ട് ഞാൻ പറഞ്ഞു ഐ ആം ദ ബെസ്റ്റ്. ഈ പറഞ്ഞ ചാടാന്നുണ്ട് പറഞ്ഞില്ലേ 10-15 പേര് ഇറക്കി വിട്ടുന്ന ആരുടെ എന്റെ അടുത്ത് പോയിട്ട് ആരുടെ എന്റെ അടുത്ത് സുരേഷന്റെ പേര് ലാലേട്ടൻ ക്ലാസ് എഴുതിയിരുന്നോണ്ട് ചാടാന്നുണ്ട് മോഡലിൽ അല്ല, പറഞ്ഞു. അത് ഏറ്റവും വലിയൊരു ഉപദേശമാണ് കേട്ടോ. നമ്മള് ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്റ്റാർ ഷോയ്ക്ക് പോവാ ദുബായിൽ, പിന്നെ പ്രസ് കോൺഫറൻസ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പ്രോഗ്രാം വളരെ ഗംഭീരമാണ്. അല്ല, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രോഗ്രാം വരുന്നുണ്ട്, അപ്പം നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ പിന്നെ എന്താ പറയണം, അതിന്റെ താഴെയാണേ. അതൊക്കെ വെറും മോശം പറഞ്ഞു, ഞങ്ങളാണ് ദി ബെസ്റ്റ്. അത് പറഞ്ഞില്ലേ എന്റെ മോളെ, കേറി വരുന്നവർക്കെല്ലാം എനിക്കുള്ള ഉപദേശമാണ്. ശ്വാസോച്ഛ്വാസത്തിൽ പറയേണ്ട ഒരു മന്ത്രമുണ്ട്, അതാണ് എല്ലാ ഇന്റർവ്യൂവിലും ഓക്കെ. അപ്പൊ എന്തായാലും അത് പറഞ്ഞ പോലെ തന്നെ ഐ ആം ദ ബെസ്റ്റ് പറഞ്ഞ പോലെ. ഇല്ല സീരിയസ് ഒന്നും ആവില്ല. അപ്പൊ നമ്മുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അയ്യറിൻ അറേബ്യ വലിയ ഹിറ്റ് ആവട്ടെ. കാരണം ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യറിൻ അറേബ്യ കാരണം ഇപ്പോൾ നമ്മൾ വാലിബനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയും ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഇതിനകത്ത് എല്ലാവരും പ്രിയപ്പെട്ട ആളുകളാണുള്ളത്. അപ്പം വലിയ ഹിറ്റാവട്ടെ, എല്ലാവിധ ആശംസകളും. എന്താണ് സിനിമയെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്? കാണാൻ ഞാൻ പറഞ്ഞു, ഈ സിനിമ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇതൊരു സർക്കാസ്റ്റിക് ഫാമിലി മൂവിയാണ്. വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഈ സിനിമ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. അതാണ് എനിക്ക് നൽകാനുള്ള വാക്ക്. മുകേഷ് ചേട്ടൻ എന്താ പറയാനുള്ളത്? സെയിം. ഷൈൻ ചേട്ടാ? സിനിമ 2-ാം തീയതി തിയേറ്ററിൽ റിലീസാവും. മറ്റുള്ള സിനിമയുടെ അത്രയും വരുത്തില്ല. സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ കണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിതം. അതിന് വേറെ റിവ്യൂ ഇട്ടിട്ട് കാണാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.